ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ അടുത്ത നമ്മള് പുതിയ മലപ്പുറം മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത്. കുറെ വണ്ടികൾ പുതുതായിട്ട് ഇഷ്ടംപോലൊക്കെ പുതിയ വണ്ടികൾ ഈ ആഴ്ചയിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ആഴ്ച തന്നെ. കുറെ വണ്ടികൾ കഴിഞ്ഞ ആഴ്ച ഒക്കെ വീഡിയോ ചെയ്തിട്ട് കുറെ വണ്ടി പോയിട്ടുണ്ട്. അത് പുതിയ സ്റ്റോക്ക് ആയിട്ട് കുറെ വന്നിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് വണ്ടികൾ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ എപ്പിസോഡ് നമ്മൾ നോക്കുന്നത്. കുറഞ്ഞ ഒരു 10-20 വണ്ടി മാത്രമേ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ട് നമുക്ക് രണ്ടാം വീഡിയോ അടുത്ത ഇതിൽ വരും. അപ്പൊ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ ഒരു ജെന്നെസ്റ്റിലാണ്. ജെന്നെസ്റ്റിൽ പറഞ്ഞാൽ ഐറ്റില് വാഗണറിന്റെ മാതിരി ചെറിയ വിലക്ക് കൊണ്ടുപോകും ചെയ്യാം. ഇത് കെ സീരീസ് കേട്ടോ, ന്യൂ മോഡലാണ്. ഇതിന്റെ എയർലൈറ്റ് കാര്യമൊക്കെ കണ്ടറിയാം. പുതിയ മോഡൽ വണ്ടിയാണ് വരുന്നത്. കെ സീരീസ് വാഗണറിന്റെ ഇഞ്ചനൊക്കെ വരുന്നത്. വെറും 75,000 കിലോമീറ്റർ ഈ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റി ആണ് വണ്ടിയൊക്കെ. ഇന്റീരിയർ കാര്യമൊക്കെ പറഞ്ഞാൽ പക്ക വണ്ടി. വെറും 75,000 കിലോമീറ്റർ ഓടിയ അടിപൊളി വണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജെന്നെസ്റ്റിലോ ചോദിക്കണവർക്കാണ് ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യമൊന്നുമില്ല. ഓണർഷിപ്പ് ആണെങ്കിൽ ഫസ്റ്റോ സെക്കൻഡോ ഒക്കെ അയച്ചുള്ളൂ. നല്ല അടിപൊളി വണ്ടി. 2011 മോഡലിലാണ് വരുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ആട്ടോ. 5-ാം മാസം വണ്ടി. 2011 5-ാം മാസം റിന്യൂവലും കാര്യം വരുന്നുള്ളൂ. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. റീപ്ലേസ് കാര്യമൊന്നുമില്ല. 26-ല് റിന്യൂവൽ ടെസ്റ്റ് ഒക്കെ വരുള്ളൂ. ഗ്യാപ്പ് ഉണ്ട് പണിപ്പിച്ചാല്. ഗ്യാപ്പ് അല്ല, പണിയല്ല, റിന്യൂവൽ എടുക്കാനുള്ള ഗ്യാപ്പും കാര്യമൊക്കെ ഉണ്ട്. 2011 ന്യൂ മോഡല് കെ സീരീസ് വാഗണറിന്റെ ഇഞ്ചൻ വരുന്ന ഐറ്റില്ല. നല്ല അടിപൊളി ജെന്നെസ്റ്റിലോ. നമ്മളിത് 1,40,000 രൂപക്ക് ഫൈനൽ കൊടുക്കും. 1,45,000 ചോദിക്കണം. 1,40,000 ഐറ്റില്ല വാഗണർ പിന്നെ LXI കെ സീരീസ് പിന്നെ ജെന്നെസ്റ്റിലോ കൊടുക്കാം. യാത്രക്കൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ജെന്നെസ്റ്റിലെ പഴയ മോഡലല്ല, അത് ലോ കിലോമീറ്റർ. വെറും 75 കത്ത് ഹിസ്റ്ററിയും കാര്യമൊക്കെ ഉള്ള വണ്ടിയാണ്. നല്ല ബോഡി ഷേപ്പിലുള്ള വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി വണ്ടി. ഇഞ്ചനൊക്കെ പറഞ്ഞാല് ഇതിന്റെ കെ സീരീസ് ഇഞ്ചനെ വരും. അതേമാതിരി 2018 വരുന്ന അതേ വാഗണറിന്റെ ഇഞ്ചൻ അതിന് വരും കേട്ടോ. മറ്റേ ടൈപ്പ് ആണെങ്കിൽ വേറെ ഇഞ്ചൻ. ഇത് വാഗണർ ഇതിനൊക്കെ വരുന്ന ഇഞ്ചനാണ്. ബാറ്ററി പെട്ടി കാര്യം അപ്രോണോ കാര്യം ഒന്നും പൊട്ടിച്ചിട്ടില്ല. പാനലോ കാര്യം ഒക്കെ പക്ക വണ്ടി. അല്ല, 100% ഗ്യാരണ്ടി വണ്ടി. റീപ്ലേസ് ഇല്ലാത്ത 1,40,000 രൂപ കൊടുക്കട്ടോ. അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണ നല്ല അടിപൊളി ഒരു വാഗണറാണ്. വാഗണർ പറഞ്ഞാൽ കെ സീരീസ് വണ്ടിയാണ് വരുന്നത്. നല്ല ബോഡി ക്വാളിറ്റി കാര്യമൊക്കെ അല്ല, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. വെറും 65 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. ടയർ കാര്യമൊക്കെ പറഞ്ഞാൽ ഒരു 80% ടയർ ഉണ്ട്. VXI ഓപ്ഷനാണ് ഇത് വരുന്നത്. AC, പവർ സ്റ്റാറിംഗ്, 4 ഡോർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ സെറ്റ് കാര്യങ്ങളൊക്കെ. ഇന്റീരിയർ കാര്യമൊക്കെ പറഞ്ഞാൽ അടിപൊളി സീറ്റാർ സെറ്റ് കാര്യങ്ങളൊക്കെ വരും. 4 ഡോർ വിൻഡോ, AC, പവർ സ്റ്റാറിംഗ്. ഒരു 17-18 കിലോമീറ്റർ റേഞ്ചിൽ മൈലേജ് ഇട്ട് വരെ. 80% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. VXI ഓപ്ഷനാണ് ഇത് വരിക. ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരും. കെ സീരീസ് വണ്ടിയാണ്. 2015 മോഡൽ സിംഗിൾ ഓണർ. വെറും 65 കിലോമീറ്റർ ഓടിയ വണ്ടി. ചെറിയ പൈസക്കാണ് കൊടുക്കണത്. 3,15,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. മാക്സിമം ലോൺ കൊടുക്കുക ഒരു 10-30,000 റുപ്യ ഉണ്ടെങ്കിൽ, 40 റുപ്യ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് ഒരു വാഗണർ ചോദിക്കുന്നവർക്കാണ് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടി കേട്ടോ. അടിപൊളി വണ്ടി. ഇന്റീരിയർ കാര്യമൊക്കെ പറഞ്ഞ പക്ക ക്വാളിറ്റിയാണ്. വെറും 65 കിലോമീറ്റർ ഓടിയ VXI വണ്ടിയാണ്. നിങ്ങൾ ഏത് ഫോട്ടോ ഇവിടെ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് അടുപ്പിച്ച് വണ്ടി ഇട്ടിക്കാണ് നമ്മൾ രാവിലെ തന്നെ വന്ന വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഫോട്ടോ ഡീറ്റെയിലും വേണമെങ്കിൽ നമ്മളെ നമ്പർ 2-3 നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ കാറ്റലോഗ് വീഡിയോ അല്ലെങ്കിൽ വണ്ടി എല്ലാ വണ്ടിന്റെ ഫോട്ടോ ഡീറ്റെയിലും ഒക്കെ കിട്ടും. ഇഞ്ചറൂമും കാര്യമൊക്കെ പാനലോ കാര്യം അപ്രോണോ കാര്യമൊന്നുമില്ല. നല്ല അടിപൊളി ഒരു വൃത്തിയുള്ള ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് ഫ്ലഡ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിട്ട്. ആൾക്കാർ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി. 2015 മോഡൽ വാഗണർ വണ്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഇനി 2011-12 ഒക്കെ വേണമെങ്കിൽ അവിടെ 7-8 ഒക്കെ ഉണ്ട് കേട്ടോ. ഏത് വണ്ടിക്ക് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളി. നമ്മളെ നമ്പർ ലൊക്കേഷന് കാര്യമൊക്കെ ഉണ്ട്. മഞ്ചേരി മലപ്പുറത്തിന്റെ ഡീൽ ചെയ്ത് സൗദിപ്പടി പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ ലൊക്കേഷൻ വണ്ടികൾക്ക് വിട്ടുകൊടുക്കും. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ മാക്സിമം ലോണിൽ ഏത് ചെറുവണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ. അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ അടിപൊളി ഒരു സഡാൻ ടൈപ്പ് ഡീസൽ വണ്ടി. എല്ലാവരും ചോദിക്കണം സഡാൻ ടൈപ്പ് ചെറിയ വിലന്റെ ഡീസൽ വണ്ടി ഉണ്ടോ. അപ്പൊ ഇത് നമ്മൾ അങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടി. അടിപൊളിയാണ്. അലേവിയില് പിന്നെ ഫുൾ ലോഡ് വണ്ടി കേട്ടോ. ഇതിൽ വരുന്ന അലേവിയിലും കാര്യമൊക്കെ വരും. ഇതിന് സ്കാല അറിയും. അതായത് റിനോൾട്ടിന്റെ, അതായത് മൈക്രന്റെയും സണ്ണിന്റെയും ഒക്കെ അതേ ഇഞ്ചനാണ്. കമ്പനി മാറും. സ്കാല റിനോൾട്ടിന്റെ വണ്ടിയും കാര്യം വരിക. നമ്മളിത്
പിന്നെ 12 മോഡൽ വണ്ടിയാണ്. അടിപൊളി ഇന്റീരിയർ കാര്യം, ബാക്കൊക്കെ എസിയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. നല്ല അടിപൊളി വണ്ടി. ചെറിയ വിലക്ക് കൊടുക്കട്ടെ, 1,90,000 രൂപക്ക് 2012 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന അടിപൊളി സഡാൻ ടൈപ്പ് ഡീസൽ വണ്ടി സ്കാല കൊടുക്കട്ടോ. പേപ്പർ കാര്യമൊക്കെ വരുന്നത് 2012 10ാം മാസം വണ്ടിയാണ്. 2012 മോഡല്. ഇത് സെക്കൻഡ് ഓണർഷിപ്പാ തോന്നുന്നത് കേട്ടോ. ഇത് 2015 ചില ഫസ്റ്റ് അല്ലേ സെക്കൻഡ്, അത്ര ആയിട്ടുള്ളൂ. നല്ല അടിപൊളി ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാരിങ് കൺട്രോള് വണ്ടിമേ സ്റ്റാരിങ്ങും വരും, AC വരും, പവർ സ്റ്റാരിങ് വരും, സീറ്റ് കൺട്രോൾ വരും, എല്ലാ ഓപ്ഷനും വരുന്ന ഡീസൽ വണ്ടി. 1,90,000 റുപ്യക്ക് 2012 10ാം മാസം സഡാൻ ടൈപ്പ് ഡീസൽ സണ്ണിന്റെ നിസാന്റെ ഒക്കെ ഇഞ്ചൻ വരുന്ന, മൈക്രന്റെ സണ്ണിന്റെ ഒക്കെ ഇഞ്ചൻ വരുന്ന സ്കാല, റിനോൾട്ടിന്റെ സ്കാല പറഞ്ഞ വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടായി പോന്നോളി. അടിപൊളി വണ്ടിയാണ്. മുന്നേ ഫ്രണ്ടുകാരൊക്കെ എടുത്തിട്ടുള്ള അടിപൊളി. പിന്നെ എല്ലാ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് നല്ല ധൈര്യമായിട്ട് വിട്ടുതരും. നിങ്ങള് 2-3 നമ്പർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇന്നലെ കയറിയിട്ടുള്ള ഈ വണ്ടികളൊക്കെ കേട്ടോ. ഈ വണ്ടി ആ വണ്ടിയൊക്കെ ഇന്നലെ കയറിയ വണ്ടിയാണ്. പുതിയ വണ്ടികൾ മാത്രമാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. പുതിയ വണ്ടി വന്ന് കയറിയ വണ്ടികൾ മാത്രം. നല്ല ഹൈ ക്വാളിറ്റി. ഈ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചിട്ടോളാം. നല്ല ബോഡി ഷേപ്പില്ല വണ്ടിയാട്ടോ. നല്ല അടിപൊളി ബോഡി ഷേപ്പില്ല വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി. ബോണറ്റ് ഇഞ്ചർ റൂം ഒക്കെ കാണിച്ചു തരാം. ഇത് നമ്മളെ നിസാൻ സണ്ണിന്റെയും പിന്നെ അതേമാതിരി മൈക്ര അതിന്റെ സെയിം ഇഞ്ചനായിരുന്നു കേട്ടോ. ഇഞ്ചനും കാര്യമൊക്കെ സെയിം അതന്നെ വരിക. മൈക്രന്റെ ഇഞ്ചന് വരുന്ന സണ്ണി സ്കാല. പാല് കാര്യമൊക്കെ പക്കയാണ്. അപ്രോണോ കാര്യമൊന്നും പൊട്ടിച്ചിട്ടില്ല. ഡീസൽ വണ്ടി ചെറിയ വിലക്ക് ചോദിക്കുന്നവർക്ക് വണ്ടികൾക്ക് കൊണ്ടുപോകാം. 1,90,000 രൂപ നമ്മൾ ഫൈനൽ കിട്ടുകയാണെങ്കിൽ കൊടുക്കും. 2012 മോഡല് സ്കാല വണ്ടി കേട്ടോ, ഫുള്ളോട് വണ്ടി. ഓക്കെ, അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന അടിപൊളി ഒരു സഡാൻ ടൈപ്പ് മാരുതിന്റെ മറ്റേ ഡിസൈർ കേട്ടോ. ഡീസൽ വണ്ടിയിൽ 10-20 മൈലേജ് കാര്യമൊക്കെ കിട്ടുന്ന അടിപൊളി വണ്ടിയാണ്. ബോഡി ഷേപ്പും കാര്യമൊക്കെ സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന, വലിയൊരു ഓട്ടം കാര്യം ഓടാത്ത, കേരള 51 രജിസ്ട്രേഷനിൽ നടക്കുന്ന നല്ല വണ്ടിയാണ്. നല്ല ബോഡി ഷേപ്പ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറൊക്കെ 70% 80% ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വണ്ടിയാണ്. ഇന്റീരിയലൊക്കെ പറഞ്ഞാൽ നല്ല 4 ഡോർ വിൻഡോ, AC, പവർ സ്റ്റാരിങ്, ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. സീറ്റ് കാറൊക്കെ നല്ല പക്കുണ്ട്. ബാക്കില് മുന്നിലൊക്കെ നല്ല ടയറ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. ഈ സൈഡ് ഇങ്ങനെ നമുക്ക് മാത്രം ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അടിയിലെ ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ഉണ്ട്. 10-20 മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഡീസൽ വണ്ടി കിടക്കുന്ന ഡിസൈറാണ് ഇത്. നമ്മള് 2,80,000 രൂപക്ക് ഫൈനൽ കൊടുക്കട്ടോ. എവിടുന്നും കിട്ടൂല. 2,80,000 റുപ്യക്ക് 2012 നല്ല അടിപൊളി ഡീസൽ വണ്ടി. 2ാമത്തെ ഓണർഷിപ്പ്, മേജർ ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും ഹിസ്റ്ററി ഒക്കെ അല്ല വണ്ടി കേട്ടോ. നമുക്ക് ആ സൈഡൊക്കെ വീഡിയോസ് ശരിക്കും എടുക്കാനൊരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് വണ്ടികൾ നിറഞ്ഞു കിടക്കാണ്. ചെറുവണ്ടികൾക്കൊക്കെ ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളി. നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഏത് നമ്പറിലാണെങ്കിലും വിട്ടുതരാം. അടിപൊളി വണ്ടി. ഡിസൈർ ചോദിക്കുന്നതിലുണ്ടെങ്കിൽ മാക്സിമം ലോൺ കൊടുക്കുക. ഒരു 30,000-40,000 റുപ്യൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 2,80,000 രൂപക്ക് 2012 VDI ഡീസൽ വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാം. ചെറുവണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. 65, 55, 45 റേഞ്ചിലൊക്കെ അല്ല മാരുതികള്, ആൾട്ടോകളൊക്കെ ഈ ആഴ്ച അടുത്ത ആഴ്ച ഒക്കെ കണ്ടമാനം വണ്ടികൾ കയറാണ്ട്. നിങ്ങൾ 2-3 നമ്പർ കൊടുക്കൊണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ ലൊക്കേഷന്, കാറ്റലോഗ്, വണ്ടികളെ ഫോട്ടോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വിട്ടുതരും. നിങ്ങൾ വിളിച്ചോളി. ഏത് വണ്ടി ഇനി നമ്മളടുത്ത് ഇല്ലാത്താണ് നമ്മളെ കൊണ്ട് കഴിയുന്നതാണ് നമ്മൾ സെറ്റാക്കി തരും. കുറെ ടീമിന് അങ്ങനെ പുറത്തുനിന്ന് വണ്ടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്, നമ്മളെടുത്തുനിന്ന് പറ്റാത്ത. ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളി. പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് അന്നാന്ന് കയറുന്ന വണ്ടികൾ. അപ്പൊ ഇത് 3-4 വണ്ടി ഇപ്പൊ ഇന്നലെ കയറിയാണ്. മിഞ്ഞാന്ന് കയറിയ 3-4 വണ്ടി ഉണ്ട്. അപ്പൊ അത് മാത്രമേ നമ്മളൊരു 10-20 വണ്ടി മാത്രമേ ഇതിൽ ചെയ്യണുള്ളൂ. 2 പുറത്ത് ഇവിടെ അവിടെ 2 യാർഡുകളാണ് വരുന്നത്. അതിൽ 2 ഇഷ്ടംപോലെ കാര്യമായിട്ട് നമ്മളടുത്ത് ചെറുവണ്ടികളാണ്. വലിയ ലക്ഷറി വണ്ടികളൊക്കെ കമ്മിയാണ്. ചെറിയ വണ്ടികൾ ഒരു 3 റുപ്യ 4 റുപ്യന്റെ 2 റുപ്യ 1.5 റുപ്യ 50 റുപ്യ 70 റുപ്യ 1,00,000ന്റെ താഴത്തേക്കുള്ള വണ്ടികൾ, അങ്ങനത്തെ ഒക്കെയാണ് കാര്യമായിട്ടുള്ള വണ്ടികൾ. നിങ്ങൾ ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചോളി. 2-3 നമ്പർ കൊടുക്കൊണ്ട്
അതിൽ പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ പറഞ്ഞുതരാം. നമ്മളെ ആനക്കൻ സൗദിപ്പടി എന്നാ പറയാ, മഞ്ചേരി മലപ്പുറത്ത് നിന്നൊക്കെ 5 കിലോമീറ്റർ ആണ്. നിങ്ങൾ പോരുമ്പോ വിളിച്ചാൽ മതി. അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണ നല്ല അടിപൊളി ഒരു റിഡ്സ് ആണ്. റിഡ്സ് എന്ന VDI ഓപ്ഷൻ ആണ്. 4 ഡോർ വിൻഡോ ഒക്കെ AC പവർ സ്റ്റാരിംഗ് ഒക്കെ, ഡീസലിന് 10-20 കിലോമീറ്റർ മൈലേജ് കാര്യമൊക്കെ കിട്ടണം. നല്ല ഇന്റീരിയർ കാര്യമൊക്കെ അല്ല, നല്ല അടിപൊളി സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കണ, സിംഗിൾ ഓണർഷിപ്പിൽ 1,14,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ലേ. ഡീസൽ റിക്സ് ചോദിക്കണോലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുന്നോളി. ഇത് നമ്മള് ചെറിയ വിലക്ക് കൊടുക്കണ്ടേ. 2 ലക്ഷത്തി ഈ അല്ല 3,25,000 രൂപയാണ് 2014 മോഡൽ ഡീസൽ VDI വണ്ടിക്ക് ചോദിക്കുക. എവിടെയും കിട്ടൂല, അന്വേഷിച്ചോളി. 2014 സിംഗിൾ ഓണർഷിപ്പിൽ 1,14,000 കിലോമീറ്ററോടെ ന്യൂ ഷേപ്പിൽ കിടക്കുന്ന റിഡ്സ് VDI വണ്ടിട്ടോ. റീപ്ലേസ്മെന്റ് കാര്യം മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഒന്നുമില്ല. ബോണറ്റൊക്കെ ഞാൻ തുറന്ന് കാണിച്ചു തരാം. തുറക്കലെ പോലെ നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അല്ല, ഇഞ്ചർ റൂം കാര്യമൊക്കെ സർവീസും കൂടി ചെയ്തിട്ട് നല്ല പക്ക വണ്ടി ട്ടോ. പാനലോ കാര്യം ഒന്നും മാറിയിട്ടില്ല. മേജർ അപ്രോണ് കാര്യം ഒന്നും വർക്ക് എടുക്കാത്ത നല്ല ഡീസൽ വണ്ടി ചോദിക്കണവർക്കാണെങ്കിൽ കൊണ്ടുപോയിക്കോളി. നല്ല അടിപൊളി വണ്ടി. നമ്മൾ ചെറിയ പൈസക്ക് കൊടുക്കണത് 3,20,000, 2.25 3 അടുത്തൊക്കെ പ്രൊഫൈൽ ഉണ്ട്. 2.25 ഒരുവിധം ആൾക്കാർക്ക് ലോൺ കയറും. 50,000 മുടക്കിയാൽ മതി. പിന്നെ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ വെറും ഒരു 25,000 രൂപ ഒക്കെ മുടക്കിയാൽ മതിയാവും. 2014 ഡീസൽ VDI സ്വിഫ്റ്റ് ഇട്ടോ. നല്ല അടിപൊളി വണ്ടി. ആവശ്യക്കാർ ചോദിച്ചോളി. ഡീസൽ വണ്ടിയാണ്. ചെറുവണ്ടിയൊക്കെ വേണമെങ്കിൽ ഉറുപ്പ്യാന്റെ താഴത്തേക്കുള്ള വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വിളിച്ചാല് നമുക്ക് അതിന്റെ ഇത് ഇട്ടോളൂ. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ എല്ലാ വീഡിയോ അപ്പക്കപ്പളെ വരും. ആവശ്യമില്ല അപ്പം നിങ്ങൾ വിളിച്ചാൽ മതി. 4 ഡോർ വിൻഡോ AC പവർ സ്റ്റാർ ഡീസൽ 10-20 കിലോമീറ്റർ മൈലേജ് കാര്യമൊക്കെ കിട്ടുന്ന ഡീസൽ വണ്ടി ട്ടോ. ഓക്കെ, അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ സെയിൽസുകാർക്കൊക്കെ പറ്റിയ മാരുതിന്റെ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന ഒരു ഒമിനി ആട്ടോ. 2014 3-ാം മാസോ 4-ാം മാസമൊക്കെ വണ്ടിന്റെ സിംഗിൾ ഓണർഷിപ്പില് നല്ല ഹൈ ക്വാളിറ്റി ബോഡി ഷേപ്പ്, പാനല് ചാനല് കാര്യമൊക്കെ പക്കല്ല, തുരുമ്പ് കരിമ്പൊന്നും ഇല്ലാത്ത നല്ല വണ്ടി. ഒരു വിധം ലോണും മാക്സിമം ഒരു 10-30,000 ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ലൊരു അടിപൊളി വണ്ടിയാണ്. ഈക്കോ ചോദിക്കുന്നവർക്കാണ് ധൈര്യമായിട്ട്, അല്ല ഒമിനി ചോദിക്കുന്നവർക്കാണ് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. നോക്കാം ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചാൽ ഒരു തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല, പക്ക കണ്ടീഷൻ ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ട്ടോ. ആവശ്യക്കാര് വിളിച്ചോളി. നമ്മൾ ചെറിയ പൈസക്ക് കൊടുക്കണം. 1,60,000 രൂപക്ക് സിംഗിൾ ഓണർഷിപ്പ്. പേപ്പറൊക്കെ ഇതിണ്ട്. പേപ്പർ വേണമെന്ന് കാണിച്ചു കൊടുത്തോളാം ആൾക്കാർക്ക് കാണണമെങ്കിൽ. 14 മോഡൽ 2-ാം മാസം വണ്ടി ട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ട്ടോ. റീപ്ലേസ് കാര്യമൊന്നുമില്ല. നല്ല അടിപൊളി വണ്ടി. നമ്മൾ ചോദിക്കണത് 1,60,000 രൂപയാണ്. 2014 2-ാം മാസം ഒമിനി 5 സീറ്റർ ട്ടോ. പിന്നെ സെയിൽസുകാർക്ക് ചെറിയ ആവശ്യക്കാർക്ക് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാന് കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ഏത് ഭാഗത്തും തുരുമ്പ് കാര്യമൊന്നുമില്ല. നല്ല അടിപൊളി ഇന്റീരിയലൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് എടുത്ത വണ്ടിയാണ്. മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പക്ക വണ്ടി. 2014 2-ാം മാസം സിംഗിൾ ഓണർ വണ്ടി. നമ്മൾ 1,60,000 ഒരു 1.30 ലോണും കയറട്ടോ. വെറും ഒരു 10-30,000 ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. നല്ല സൂപ്പർ വണ്ടി. ഓക്കെ, ആ ഒമിനിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി. 2-3 ഒമിനികൾ നമ്മളുടെ അടുത്ത് വേറെ ഉണ്ട്. ഇനി കുറഞ്ഞ ഒമിനി വേണമെങ്കിൽ 2,007 നാളെ കയറാണ്ട് ഇവിടെ. ഒരു 10-75 ഉള്ളിലായിട്ട് നമുക്ക് 2007 27 പേപ്പറിലെ നല്ല MTFI കുറഞ്ഞ വിലന്റെ ഒമിനി വേണമെങ്കിൽ കൊടുക്കാം. 2014 അപ്പുറത്ത് വൈറ്റ് വേറെ കിടക്കുന്നുണ്ട്. ഒമിനിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി. ഓക്കെ, അല്ല അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ അടിപൊളി ഒരു കേട്ടോ. മാരുതിയില് 1000 cc വരുന്ന AC പവർ സ്റ്റാരിങ് 2 ഡോർ പവറിന്റെ ഒക്കെ വരുന്ന കേട്ടം VXI. കേട്ടലിൽ വരുന്ന ഏറ്റവും ഫുൾ ലോഡ് നല്ല അടിപൊളി ഒരു വണ്ടിയാണ്. ഇന്റീരിയറിലെ കാര്യമൊക്കെ പറഞ്ഞാൽ അടിപൊളി പക്ക സീറ്റ് കവറ് കാര്യമൊക്കെ ഉണ്ട്. ഒന്നിന്റെ താഴെ ഓടിയ നല്ല ക്വാളിറ്റി വണ്ടി ട്ടോ. ഇത് നമ്മൾ ചോദിക്കണത് 1,80,000 രൂപയാണ് ചോദിക്കണത്. ഒരു മാക്സിമം ഒരു 19 റുപ്യാന്റെ താഴെ ഒരു 30 റുപ്യ റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി ഒരു 1.5 ലക്ഷമൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. നല്ല 14 2-ാം മാസം 3-ാം മാസം ഒക്കെ മോഡലുള്ള വണ്ടിയാണ്.
2014 രണ്ടാം മാസം 3-ാം മാസം മോഡലിലെ 98,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല സെറ്റ് 2 ഡോർ വിൻഡോ AC പവർ സ്റ്റാരിംഗ് ഒക്കെ വരുന്ന നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിട്ടോ. VXI ആണ് ഓപ്ഷൻ വരുന്നത്. ബാക്കൊക്കെ എടുക്കാൻ കുറച്ച് ഗതികേടുണ്ടാവും. നമുക്ക് ഏത് ഫോട്ടോ ആണെങ്കിലും നിങ്ങൾ തുറന്ന് കാണിച്ചു കൊടുക്കണേ, തുറന്ന് വീഡിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിട്ടുകൊടുക്കാം. നിങ്ങൾ വിളിച്ചോളി. ഈ ഭാഗമൊക്കെ ഒന്ന് എടുത്തോളൂ. ടയറൊക്കെ പറഞ്ഞാൽ 80%, 70%, 90% ഒക്കെ ടയറുകളുണ്ട്. അത്യാവശ്യം കട്ടുള്ള ടയർ കാര്യങ്ങളൊക്കെ അല്ല. VXI ഓപ്ഷന് ഒന്നും ചെയ്യാണ്ടാവില്ല. ആവശ്യക്കാർക്ക് കൊണ്ടുപോയാൽ മതി. ഒരു 30,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 1,80,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. വിലകൾ നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ വണ്ടിക്കും നമ്മൾ മാക്സിമം പറ്റുന്ന മാതിരി നമ്മൾ വില നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്തു തരും. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പക്ക ക്വാളിറ്റിക്കാരൻ വണ്ടിയിട്ട്. ഈ സൈഡ് ഒന്നും വീഡിയോ എടുക്കാതെ ഒരു ഭാഗം എല്ലാ ഭാഗം കൊടുത്തത് ടയർ കാര്യമൊക്കെ 70% ടയർ, 80% ഒക്കെ ടയർ ഉണ്ട്. നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ്. റീപ്ലേസ് കാര്യമൊന്നുമില്ല. നല്ല അടിപൊളി ഇഞ്ചർ റൂമൊക്കെ വേണമെങ്കിൽ തുറന്ന് കാണിച്ചു തരാം. മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി കേട്ടൻ VXI ചോദിക്കുന്ന പോലാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളി. അൾട്ടോ കേട്ടനില് പിന്നെ കുറഞ്ഞ കിലോമീറ്റർ ഒന്നിന്റെ താഴത്തേക്ക് ഓടിയ VXI ഫുള്ളോട് വണ്ടിട്ടോ. മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പക്ക ക്വാളിറ്റിക്കാരൻ വണ്ടിട്ടോ. പാനലൊക്കെ കറക്റ്റ് പാനല് കാര്യം അപ്രോണൊന്നും തൊട്ടിട്ടില്ല. അപ്രോണ് കാര്യമൊക്കെ പുറത്തെടുക്കാത്ത നല്ല വണ്ടിയാണ്. നല്ല സൂപ്പർ വണ്ടി. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി. K സീരീസിലെ വാഗണറിന്റെ ഇഞ്ചനാ വരിക. 1000 cc വരിക. 1000 എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് പഴയ വണ്ടിന്റെ മാതിരി 2,850 മാസം വരുള്ളൂ കേട്ടോ. 1000 ഇഞ്ചനില് നല്ല പവർ ഉണ്ടാവും. കയറ്റം വലിക്കുമ്പോ AC ഇടുമ്പോ വലിയോ കാര്യങ്ങളോ പുടുത്തോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 1,80,000 രൂപക്ക് 2014 മോഡൽ കേട്ടം VXI ട്ടോ. നല്ല അടിപൊളി വണ്ടി പറഞ്ഞാൽ അടിപൊളി വണ്ടിയാണ്. ബോഡി ഷേപ്പ് കാര്യമൊക്കെ പറഞ്ഞാൽ ലൈനൊക്കെ പക്ക വണ്ടിയാട്ടോ. സീറ്റ് കവറൊക്കെ പറഞ്ഞാൽ നല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സീറ്റ് കവറ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിക്കണ്. നിങ്ങൾ ഏത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് അതിന്റെ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വിട്ടുതരും കേട്ടോ. ഓക്കെ. നല്ല അടിപൊളി ഒരു സ്റ്റാർ കേട്ടോ. സ്റ്റാർ പറഞ്ഞാല് ഒരു സ്വിഫ്റ്റിന്റെ മാതിരി യാത്ര ചെയ്യാനുള്ള വീതിയും വലിപ്പൊക്കെ ഉള്ള ഒരു ചെറിയ വലുതൊരു നല്ലൊരു ലക്ഷറി വണ്ടിയാണ് സ്റ്റാർ. നല്ല ടയറൊക്കെ പറഞ്ഞാല് 80-90% ടയർ ഉണ്ട്. നമ്മളിത് എന്താ വെച്ചാൽ ഇന്നലെ എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ പൊടിയാണ്. പോളിഷ് ഇന്റീരിയറിലൊക്കെ ചെയ്യാണ്ട് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിക്കാണ്ട് നമ്മൾ കൊടുക്കും. നല്ല അടിപൊളി വണ്ടി. ഇതൊന്നും കേകിയിട്ടും കൂടി ഇല്ല. ഇന്നലെ എടുത്ത് വന്നിട്ടുള്ളൂ. ബാക്കിയൊന്നും ചെയ്യാനൊന്നുമില്ല. പെയിന്റിങ് പരിപാടി ഒന്നും ചെയ്യാനൊന്നുമില്ല. നമ്മൾ നേരെ ഇത് പോളിഷ് ചെയ്യാൻ ഇന്ന് കൊടുക്കും. നാളെ പോളിഷ് ചെയ്ത് കിട്ടും. ആവശ്യക്കാർ വരുമ്പത്തിന് വണ്ടി ഒക്കെ റെഡി ആയിക്കാരം. വിളിച്ചോളി. 1,65,000 രൂപക്ക് 2013-14 റൈസറിലെ VXI ഓപ്ഷനിൽ വരുന്ന VXI സ്റ്റാർ കൊടുക്കട്ടോ. എവിടുന്നും കിട്ടൂല. ആവശ്യക്കാർ ചോദിച്ചോളി. 1,65 കേട്ടോ. VXI ആണ് കൊടുക്കുന്നത്. 2013-14 റൈസറിലെ സ്റ്റാർ VXI കേട്ടോ. പേപ്പർ കാര്യമൊക്കെ ഉണ്ട്. ഈ സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കണ 2028 വരെ പേപ്പറും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. 28 വരെ പേപ്പറും കാര്യമൊക്കെ ഉണ്ട്. 2013 മോഡലുണ്ട്. 2013 മോഡൽ വണ്ടി കേട്ടോ. സ്റ്റാർ പുതിയ ഇൻഷുറൻസ് ഉണ്ട്. 26 ഏഴാം മാസം വരെ ഇൻഷൂറും ഉണ്ട്. 2013 സ്റ്റാർ 1,65,000 റുപ്യക്ക് VXI വണ്ടി എവിടുന്നും കിട്ടൂല. നിങ്ങൾ അന്വേഷിച്ചോളി, പിടിച്ചോളി. നമ്മള് വില പറയുന്ന ഏറുണ്ടോ ഇല്ലേ? എല്ലാവരും കമന്റിൽ കുറെ വില ഏറാണ്. എല്ലാം നമ്മളിടുന്ന വണ്ടികളൊക്കെ നിങ്ങൾ വേറൊരു ഷോറൂമിൽ പോയിട്ട് താരതമ്യം ചെയ്യാം വിലയും കാര്യങ്ങളും. എന്നിട്ട് നിങ്ങൾ വിളിക്കുക. അല്ല വെറുതെ ഞാൻ ഇങ്ങനെ പൊട്ടിച്ചല്ല. നിങ്ങൾ അന്വേഷിച്ചോളി. അതേമാതിരി നമ്മളെ കടയിലത്തെ വണ്ടികൾ നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ളൊരു അവസരം കൂടി നമ്മൾ കൊടുക്കും. ഒരു യാർഡിന്ന് നിങ്ങൾക്ക് വണ്ടി നിങ്ങൾ വാർഷാപ്പാരം ഇങ്ങോട്ട് കൊടുന്ന് നോക്കിച്ചോളി. അറിയുന്നത് നമ്മളതല്ലേ. നമ്മൾ വണ്ടി കൊണ്ടുപോയിക്കാണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ളൊരു അവസരം കൂടി തരും. ഇനി ഇവിടെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പിൽ കാണിക്കണേ അങ്ങനെ. അല്ലെങ്കിൽ നിങ്ങൾ ആധാർ കാർഡിന്റെ കോപ്പി തരും. നമ്മളും പോരും നിങ്ങളപ്പം. എന്നെ നിങ്ങൾ അടിക്കേണ്ടി വരുന്നുള്ളൂ. അവിടേക്ക് പോയി തരാല്ല. ഇനി മലപ്പുറം ആണെങ്കിലും മഞ്ചേരി ആണെങ്കിലും കൊണ്ടോട്ടി ആണെങ്കിലും തിരൂരാണെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി നിങ്ങൾ അറിയുന്ന വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളടത്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്തോളി. അങ്ങനെ എന്തെങ്കിലും മേജർ എന്ത് പണി കഴിഞ്ഞ് നമ്മൾ കാണാത്ത 10,500 ഒക്കെ ചിലപ്പോൾ 10,500 ഇഞ്ചൻ പണി ഫ്ലഡ് ടോട്ടൽസ് അതിനൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്.
ഉള്ള വണ്ടികൾ പറഞ്ഞുകാണ്ട് കൊടുക്കുന്നത്. ടോട്ടൽസ് റീപ്ലേസിലെ വണ്ടികൾ ഉണ്ട് ഇവിടെ ഉള്ളത്, ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മള് 2013 A-Star VXI കൊടുക്കണം 1.65. അത് ഇന്റീരിയർ പോളീസ് ഇതൊക്കെ ഫുള്ള് ചളിയാട്ടോ, ഗ്ലാസ് കണ്ടോ, ഇതൊക്കെ നിന്ന് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിക്കാണ്ട് ഫുള്ള് വൃത്തിയാക്കിയാണ് 1.65 കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് പാർട്ടിയില് ഒരു 10-15 വണ്ടികൾ നമ്മള് ചെയ്തിട്ടുണ്ട്. കുറെ വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളി. അപ്പുറത്ത് അടുത്ത് നമ്മളൊന്നും കാണിച്ചിട്ടില്ല. കുറെ വണ്ടികൾ ഇനി വരാനുണ്ട് ഈ ആഴ്ചയിലൊക്കെ ആയിട്ട്. അപ്പൊ നിങ്ങള് നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മള് പുതിയ വണ്ടികൾ കയറുന്ന ഓഫർ പ്രൈസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് നമ്മളെ വീണ്ടും കാണാം. അപ്പൊ നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അന്നാന്ന് നമ്മള് പുതിയ ഇതേമാതിരി പുതിയ വണ്ടി കയറണമെങ്കിൽ നമ്മൾ വരിക്ക് എല്ലാ ദിവസവും, ഇനിയിപ്പോ നാളെ 3 വണ്ടി കയറാണ്ട് അത് നാളെ ഇടും, മറ്റന്നാ 5 വണ്ടിയായിട്ട് കയറാണ്ട് അത് മറ്റന്നാളിടും. അപ്പൊ അങ്ങനെ പുതിയ വണ്ടികൾ ഇങ്ങനെ കാണുന്ന നിങ്ങൾക്ക് പറ്റിയ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങള് നമ്പർ ലൊക്കേഷന് കാര്യങ്ങളൊക്കെ തരും. മഞ്ചേരിന്ന് 5 കിലോമീറ്റർ ആണ്, മലപ്പുറത്തുനിന്ന് 5 കിലോമീറ്റർ. പാണായി സൗദിപ്പടി എന്നാ ഇവിടെ പറയാം. പാണായി സൗദിപ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ബസ് സ്റ്റോപ്പ് ഇവിടെ തന്നെ മുന്നിൽ തന്നെ വരുന്നത്. ഇവിടെ കൊടുക്കാണ്ട് ഇറക്കി തരും. എന്നിട്ട് നേരെ ഇനി എല്ലാ വണ്ടിക്ക് വരികയാണെങ്കിൽ ലൊക്കേഷനും കാര്യമൊക്കെ നമ്മൾ വിട്ടു തരും. അപ്പൊ നിങ്ങൾ വീഡിയോ നമ്മളത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.